പാലക്കാട് LDF ഹോട്ടൽ മുതലാളിയെ സ്ഥാനാർത്ഥിയായി നിർത്തിയത് സതീശന്റെ മാനം പോകാതിരിക്കാൻ. പിണറായി വിജയനും VD സതീശനും തമ്മിലുള്ള ഡീലിന് ഇതിൽ കൂടുതൽ തെളിവുകൾ വേണോ? ധർമ്മടത്ത് പിണറായി വിജയനെതിരെ ഷാഫി പറമ്പിലിനെ നിർത്താതെ അബ്ദുൾ റഷീദ് എന്ന ഡമ്മിയെ നിർത്തിക്കൊടുത്തതിൻ്റെ പ്രയോജനം കാണുക. പറവൂരിൽ കഴിഞ്ഞ 5 തവണ തുടർച്ചയായി 25 വർഷം പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന CPIയുടെ കയ്യിൽ നിന്നും LDF ആ മണ്ഡലം തിരികെ എടുക്കാതെ ഇത്തവണയും CPIക്ക് തന്നെ നൽകി. അടുത്തതാണ് ഏറ്റവും രസകരം. പാലക്കാട് NMR പ്ലാസ ഉൾപ്പെടെയുള്ള ഹോട്ടലുകളുടെ മുതലാളിയായ NMR റസാക്കിനെ പിടിച്ച് പെരുന്നാളിന് വെട്ടാൻ ആടിനെ കൊടുക്കുന്നത് പോലെ പാർട്ടിച്ചിഹ്നത്തിൽ മത്സരിക്കുവാൻ നിർത്തിക്കൊടുത്തു. എങ്ങനെയും പിഷാരടിയെ പാലക്കാട്ട് വിജയിപ്പിച്ചെടുക്കുവാനുള്ള പിണറായിയുടെയും സതീശിൻ്റെയും ശ്രമങ്ങളുടെ ഭാഗമായാണ്, അവർ തമ്മിലുണ്ടാക്കിയ ഡീലുകളുടെ ഭാഗമായാണ് ഈ ഹോട്ടൽ മുതലാളിയെ നേർച്ചക്കോഴിയാക്കി നിർത്തിയത് എന്ന് വ്യക്തം. സതീശിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് NMR റസാക്ക്. പാലക്കാട് വന്നാൽ റസാക്കിൻ്റെ ബിരിയാണി കഴിക്കാതെ സതീശൻ പോകില്ല. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായില്ലേ? ഓർക്കുക, സതീശൻ വന്നാലും പിണറായി വന്നാലും ഒരുപോലെയാണ്. പിണറായി നടത്തിക്കൊണ്ടിരുന്ന കൊള്ളകൾ സതീശൻ നിർബാധം തുടരും. നിലവിലെ പോലെ എല്ലാം 50-50 വീതം വെച്ചെടുക്കുകയും ചെയ്യും. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. 140 മണ്ഡലങ്ങളിലായി 1252 പേരാണ് ഇതുവരെ പത്രിക നൽകിയിട്ടുള്ളത്. വിമതരെയും അപരന്മാരെയും പിന്തിരിപ്പിക്കുവാൻ തീവ്ര ശ്രമങ്ങളുമായി പാർട്ടികളും സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാൻ മാർച്ച് 26 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും പ്രമുഖ മുന്നണികൾക്ക് വിമത സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. ഇവരെ 26 അനുനയിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് നേതാക്കന്മാർ. അതിനുശേഷമാവും കേരളത്തിലെ യഥാർത്ഥ മത്സരചിത്രം തെളിയുക. സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇത്തവണ 2.72 കോടി വോട്ടർമാരാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുവാൻ വിധിയെഴുതുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് പത്രിക പിൻവലിക്കുവാനുള്ള സമയം. അന്തിമ മത്സരം വ്യാഴാഴ്ച വ്യക്തമാകും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേർ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് കൊടുവള്ളി മണ്ഡലത്തിലാണ്. ഇവിടെ 18 പേരാണ് ഇതുവരെ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. നമ്മൾ രാഹുൽ മാങ്കുട്ടത്തിന് നീതി തേടി ആരംഭിച്ച ആ മിഷൻ 250യുടെ 222ാം ദിനമാണ് ഇന്ന്. രാഹുലിനെ VD സതീശനും സംഘവും കൃത്യമായി ഒതുക്കി അയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒരിടത്തും മത്സരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞു. പക്ഷേ ജനങ്ങൾ ഇത് മറക്കരുത്. ഈ VD സതീശനെ അയാളുടെ മണ്ഡലത്തിൽ തോൽപ്പിക്കുക തന്നെ വേണം. മിഷൻ 250യുടെ 222ാം ദിനമായി ഇന്ന് ലഭിച്ച പ്രതികരണങ്ങൾ കേൾക്കുക. ഇന്നത്തെ ന്യൂസിനകത്ത് സാർ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര കിഴങ്ങന്മാർ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് കാണിക്കാനാണെന്ന്. അവർ വന്നിട്ട് ഒന്നും കാണിക്കാനില്ല. പക്ഷെങ്കിൽ അവർ വരാതെ തന്നെ ഇവിടുത്തെ കിഴങ്ങന്മാർ കാണിച്ചാൽ മതിയല്ലോ. ഇവിടുത്തെ കിഴങ്ങന്മാരെന്ന് പറയുന്നത് VD സതീശൻ ഉൾപ്പെടെ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയാനായിട്ട് ഇവന്മാർക്കൊരു ബോധമില്ലേ? ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഇത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. കോൺഗ്രസിന് ജയിക്കാൻ ഇവിടുത്തെ പ്രശ്നം മാത്രം പറഞ്ഞാൽ മതി. പക്ഷെങ്കിൽ കേന്ദ്ര നേതൃത്വം ഒന്നും ഇവിടെ വരണമെന്നില്ല. അവർ പറയുന്ന വികസനം ഒന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ. LDF ഇതുവരെ പറഞ്ഞ വികസനങ്ങൾ ഇതുവരെ നടന്നിട്ടില്ലല്ലോ. അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഇവന്മാർക്ക് പറഞ്ഞാൽ പോരെ? അതുപോലും പറഞ്ഞു സ്വർണ്ണക്കൊള്ള നമ്മുടെ ശബരിമലയിലെ റാന്നിയാണ് എൻ്റെ വീട്. ഇതിനെക്കുറിച്ചൊന്നും കേൾക്കാനില്ലല്ലോ. ഇവര് പ്രചരണം ഇഷ്ടം പോലെ നടത്തുന്നുണ്ട്. പക്ഷെ എന്താണ് പ്രചരണം നടത്തുന്നത്? എന്തിനാണ് ഇവന്മാരെ ഇങ്ങനെ കാണിക്കുന്നത്? കോൺഗ്രസിനെ മുടിപ്പിക്കാൻ വേണ്ടി ഇവന്മാർ ഉണ്ടാക്കുന്ന പരിപാടി ചെയ്തല്ല. സത്യമായിട്ട് പറയാം, ഇവിടെ തന്നെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നം മാത്രം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക. ജനങ്ങൾക്കറിയാം. എന്നിരുന്നാലും അവരത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് സ്ഥാനാർത്ഥികൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ജയിച്ചു പോകാം. പക്ഷെ ജനങ്ങൾ വിചാരിക്കണം ഇവന്മാരെ ജയിപ്പിക്കണമെന്നുള്ളത്. ജനങ്ങൾ ഞാൻ പറഞ്ഞിട്ട് സതീശിനെ ഇവന്മാരെ ഒക്കെ കുറെ എണ്ണത്തിന് തോപ്പിച്ച് കളയണം. അത് പറവൂരെ ജനങ്ങളൊക്കെ വിചാരിക്കണം. രമേശ് ചെന്നിത്തല ഇവരെയൊക്കെ തോപ്പിക്കണമെങ്കിൽ അവിടുത്തെ ജനങ്ങൾ വിചാരിക്കണം. നമ്മൾ കേരള ജനങ്ങൾ മൊത്തം വിചാരിച്ചിട്ട് കാര്യമില്ല. ഏതെല്ലാം മണ്ഡലത്തിൽ അവരൊരു മത്സരിക്കുന്നു ആ മണ്ഡലം ഒരു 5-6 മണ്ഡലം ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അമ്മരെ തോപ്പിക്കണം. ബാക്കി ആരെങ്കിലും ജയിച്ചോട്ടെ, നമുക്കത് പ്രശ്നമല്ല. പക്ഷെ ഇവന്മാർ കേരള കോൺഗ്രസിനെ മുടിപ്പിക്കുക ചെയ്യുന്നത്, നശിപ്പിക്കുക ചെയ്യുന്നത്. എന്ത് ചെയ്യാനാ സാറേ? നമ്മൾ എത്ര പറഞ്ഞാലും എത്ര നാളായി നമ്മളിങ്ങനെ പറയുന്നത്? ഈ VD സതീശന് ഒരു ബോധം പോലും ഇല്ലേ? അദ്ദേഹത്തിന്റെ ബോധ്യമൊക്കെ എവിടെ പോയി? ബോധ്യം ഒന്ന് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള ഒരു ഫേസ് അവന് കിട്ടിയിട്ട് ഓരോ മാധ്യമങ്ങളിലെ ഏറ്റവും മുഖ്യധാരാ മാധ്യമങ്ങളിൽ നമ്മൾ പറയുന്നവരെ വിലക്കെടുത്തിട്ട് ഇവന്റെ ഈ തേൻകണിക്കാരന്റെ ഇന്റർവ്യൂകള്
ഇവനെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് കണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലുണ്ട് ഇതിൽ. എടാ എന്തിനാ ഇങ്ങനെ കൊടുക്കുന്നത്? ഇവൻ ആരാ? ഇവനെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ആളെന്നല്ല ഉള്ളൂ. അല്ലാതെ ഇവൻ എന്താ ചെയ്തത്? കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഈ കഴിഞ്ഞ അതായത് ആദ്യത്തെ 5 കൊല്ലം ഇവൻ തോറ്റു, പിന്നെ 25 കൊല്ലമായിട്ട് ഇവൻ തെക്ക് വടക്ക് നടക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രയോജനം? അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു പ്രയോജനം പോലും ആ പറവൂര് പോയിട്ട് കേരളത്തിന് ഒരു പ്രയോജനം പോലും ചെയ്യാത്തൊരു നേതാവ് ഇവൻ എന്താണ് ഈ കാണിക്കുന്നത്? ഇത് പിണറായി വിജയന് വേണ്ടി സഹകരിച്ച് അവന് വേണ്ടി 3ാം ഭരണം ഒരുക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ് മൊത്തം. ആ രാഹുലിനെ ഇങ്ങനെ കൊണ്ട് നശിപ്പിച്ചു. രാഹുൽ ഒരു മണ്ടന. ഞാൻ ഉള്ള കാര്യം പറയാം, രാഹുലിനെ നമ്മൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തു. രാഹുൽ ഒന്ന് ചിന്തിക്കണ്ടായോ? അവനെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ, ജനങ്ങൾ അവന്റെ കൂടെ നിൽക്കുമ്പോൾ, അവൻ നിന്നില്ലെങ്കിൽ പിന്നെ ജനങ്ങൾ അവന്റെ കൂടെ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് രാഹുല് ഇതിലും വലിയ ഏതോ തെറ്റ് ചെയ്തിട്ടുണ്ട്, രാഹുൽ അത് പേടിക്കുന്നു. വളരെ സിമ്പിൾ ആ കാര്യം. തീർച്ചയായിട്ടും രാഹുല് ഈ തേങ്ങണിക്കാരനെ ഭയപ്പെടണമെന്നുണ്ടെങ്കിൽ രാഹുലിനും പേടിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ രാഹുൽ ഇതുപോലല്ല ഇരിക്കുന്നത്. രാഹുലിന്റെ ഗതികേടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് രാഹുൽ ചെയ്യുന്ന തെറ്റാ. കാരണം എന്ന് വെച്ചാൽ ഒന്നിൽ അവൻ പ്രതികരിച്ച് നിൽക്കണം, ജനങ്ങൾക്ക് മുന്നിൽ സത്യസന്ധത കാണിക്കണം. ജനങ്ങൾ അവനെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുന്നു. അവന് കോൺഗ്രസിന്റെ ആളായിക്കോട്ടെ, അവനൊരു വിമതനായിട്ട് മത്സരിച്ചോട്ടെ, തോക്കട്ടെ, അവൻ ജയിക്കും. പക്ഷെങ്കിൽ അവൻ കാണിക്കുന്നത് ശരിയല്ല. ഇനി അവന് സപ്പോർട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങൾ രാഹുൽ എന്ന ആളുടെ കരിയർ തീർന്നു. അതിനെ ഇതോടെ തീർന്നു. ഇനി ജനങ്ങൾ അവനെ വെയിറ്റ് കൽപ്പിക്കുകയല്ല. ജനങ്ങൾ അവന് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ഒരു അവസരം കൊടുത്തു. അവനത് ചെയ്യുന്നില്ല. അവൻ നോക്കിയും കണ്ടു ചെയ്യണം. ഇത് ശരിയാ സാറ് കറക്റ്റായിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ വി ഡി സതീശനൊക്കെ ഒതുക്കാൻ ഒരു മാർഗം കാണുന്നില്ല. അതിന് പറവൂരെ ജനങ്ങൾ ഉദ്ദേശിച്ചാലേ നടക്കത്തോ? അല്ല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പറവൂരെ ജനങ്ങൾ തീർച്ചയായിട്ടും വേറെ ആർക്കെങ്കിലും വോട്ട് ചെയ്തോ, അല്ലെ നോട്ടയ്ക്ക് കൊടുക്കട്ടെ. നോട്ട എവിടെ ജയിക്കട്ടെ, നോട്ടയ്ക്ക് ഫുൾ വോട്ട് കൊടുക്കട്ടെ. അതാ വേണ്ടിയത്. അവനെ തോപ്പിക്കണം, അവനെ മെയിനായിട്ട് തോപ്പിക്കണം. ഒരു കാരണവശാലും ജയിപ്പിക്കരുത്. ഒരു 5-6 പേരെ, ബിന്ദു കൃഷ്ണ, പിന്നെ രമേശ് ചെന്നിത്തല, ഇവരെല്ലാം കറക്റ്റ് തോപ്പിച്ചു കളയണം. എന്തായാലും സാറിന്റെ ഇത് നടക്കട്ടെ. വെളിയിൽ നിന്നുള്ള, കേന്ദ്രത്തിൽ നിന്നുള്ള കിഴങ്ങന്മാർ വന്നിട്ട് അന്നേരം നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഈ കേന്ദ്ര കിഴങ്ങന്മാർ, ഈ കിഴങ്ങന്മാർ ഇവിടെ ഉള്ളപ്പം കേന്ദ്ര കിഴങ്ങന്മാർ വന്നുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ആ കിഴങ്ങന്മാർ വന്നിട്ട് ജനങ്ങളെ കാണാന്നുള്ളതേ ഉള്ളൂ. ജനങ്ങളെല്ലാം ഇവരുടെ കൂടെ പോകുന്നുണ്ട്, ഒത്തിരി എണ്ണം കൂടെ പോകുന്നുള്ള കാര്യം. ഇവർ വോട്ടായി മാറണമെങ്കിൽ ഇവൻ അതുപോലെ പ്രവർത്തിക്കണം. കാരണം വെച്ചാൽ ഇത്രയും നാളായിട്ട് ശബരിമലയുടെ വിഷയം ഉണ്ടായിട്ട് എന്തെല്ലാം വിഷയമുണ്ട്, ഒരു ഒറ്റ വിഷയം പോലും ഇവർ പ്രസന്റ് ചെയ്യുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള കാരണം. എന്തുകൊണ്ട് പ്രസന്റ് ചെയ്യുന്നില്ല? അല്ല, സതീശൻ പോലും മറന്നുപോയി ശബരിമല വിഷയമൊക്കെ. ഇവന്മാർ ഈ കിണങ്ങൾ പോലും മറന്നുപോയി. ഇവന്മാരെ മരവാഴകളെന്നും കിഴങ്ങുകളെന്നും വിളിക്കാൻ കാരണം ഇവന്മാര് പോലും ആ വിഷയം മറന്നുപോയെന്ന്. തീർച്ചയായിട്ടും ഇതൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങൾ. ജനങ്ങൾ ഇതെല്ലാം ചിന്തിക്കും. ശബരിമല, ഇത്രയും വലിയ ശബരിമല കൊള്ള പോലും ആയിരക്കണക്കിന് വിഷയങ്ങളിൽ ഒന്നായി പോയി. അതെ. അല്ല, ഇവർക്ക് ഇത്രയും ഇഷ്യൂ കിട്ടിയിട്ട് ഒരു നല്ലൊരു ചാൻസ് അല്ലാതെ തന്നെ ചെയ്യാൻ ജനങ്ങൾ തയ്യാറാണ്. ഇത്രയും നല്ലൊരു ചാൻസ് കൂടെ കിട്ടി, ഇതുകൂടെ മുതലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ ഇവരെന്തിനാ ഇങ്ങനെ ഈ കോൺഗ്രസ് പാർട്ടിയാന്ന് പറഞ്ഞ് നടക്കുന്നത്? ശരിയാ സാർ പറഞ്ഞ കറക്റ്റ് തന്നെയാണ് കേട്ടോ, പക്കാട്ടോ. ഇവരൊന്നും കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനല്ല, മുടിപ്പിക്കാൻ തന്നെയാ. ആ 3ാമതും പിണറായി ഭരിക്കട്ടെ, ജനങ്ങൾ സ്വീകരിക്കട്ടെ. അല്ല ഇപ്പം എന്ത് ചെയ്യാനാ? എന്തായാലും ജനങ്ങൾ 3ാമത് വന്നെന്ന് പറഞ്ഞാലും, പിണറായി 3ാമത് വന്നെന്ന് പറഞ്ഞാലും വി ഡി സതീശിനെയും രമേശ് ചെന്നിത്തലയെ ഇവരെ എല്ലാം തോൽപ്പിക്കണം. അവിടുത്തെ ജനങ്ങൾ കാര്യമായിട്ട് തന്നെ നോട്ടയ്ക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വോട്ട് ചെയ്ത് ഇവനെ തോൽപ്പിക്കണം. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതങ്ങനെ ചെയ്യണം. യുവന്മാരെന്തോ ഈ കാണിക്കുന്ന ഈ കോൺഗ്രസ്സുകാര്, ഇവന്മാര് മൊത്തത്തിൽ നല്ല അവസരമാണ് ഈ പ്രാവശ്യം. പക്ഷെ ഈ മണ്ടന്മാര് ഇങ്ങനെയുള്ള കുറെ ആർക്കും അറിയാത്ത സ്ഥാനാർത്ഥികളെ ഇട്ടിട്ട് ഇവന്മാരെന്തോ ഈ കാണിക്കുന്നത്? ജയിക്കുമോ എന്നുള്ള കാര്യം പോലും ഇപ്പൊ സംശയമാണ്. യുവന്മാരുടെയൊക്കെ വിചാരം ഈ പഞ്ചായത്ത് ഇലക്ഷനും മറ്റുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിച്ചതുപോലെ ഇത് സിമ്പിളായിട്ട് ജയിക്കാമെന്നുള്ള വിചാരമായിരിക്കും സതീശനും ടീമുകൾക്കും. പക്ഷേ എൻ്റെ പൊന്ന് തുണ്ടിയേട്ടാ, ഇത് നടക്കത്തില്ല കേട്ടോ. യുവന്മാര് കാണിക്കുന്ന അങ്ങേറ്റത്തെ വിഡ്ഢിത്തരങ്ങളാ. കണ്ണൂരിൽ നിന്ന് സുധാകരൻ ചേട്ടനെ എടുത്ത് മാറ്റിയത്, പിന്നെ വേണ്ട എൽദോസ് കുന്നപ്പള്ളി, ഇവരെയൊക്കെ എടുത്ത് മാറ്റിയത് ഭയങ്കര മണ്ടത്തരമാണ് ഇവന്മാർ കാണിക്കുന്നത്. എന്താവുമെന്നുള്ളതാണ്. ഇനിയും വീണ്ടും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരാനാണ് ചാൻസ്. BJPക്ക് സീറ്റും അധികം കിട്ടുകയും ചെയ്യും. കോൺഗ്രസ്സുകാരുടെ ഒരു മണ്ടത്തരവും കഴിവില്ലായ്മയാണ് ഇതിനൊക്കെ മെയിൻ കാരണം. എന്റെ പേര് അബ്ദുൽ വഹാബ്. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ കിളിമാനൂരിന്നാ വിളിക്കുന്നത്. ഈ വി ഡി സതീശനെ എന്തുദ്ദേശമായിട്ട് മത്സരിപ്പിക്കണത്? അതുകൊണ്ടല്ലേ പറയുന്നത്, ഇതൊന്നും ചെയ്യാതെ ഇവനെ അഴിച്ചു വിട്ടിട്ട് ഇവിടെ പ്രസംഗിക്കാൻ വന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇവൻ ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു സൈഡിൽ കൂടെ. പിന്നെ ഇവന്മാര് കൊള്ളക്കാരൻ. ഒരു മനുഷ്യനെ പിടിച്ചുള്ള പോലീസ് സ്റ്റേഷനിൽ കാണാനുള്ള കഴിവില്ല. അവന് പൈസ വാങ്ങിക്കണം. ആ സുധാകരൻ
നേതൃത്വത്തിൽ കുറെ പിള്ളേരെ ഇറക്കി ജയിപ്പിച്ചെങ്കിൽ ഇവിടെ കോൺഗ്രസ് വരൂലായിരുന്നു. കോൺഗ്രസ് തരംഗമാണ് ഇപ്പം. ഇവിടെ എല്ലാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വോട്ട് പിടിക്കപ്പെടുന്നു. ഇതുവരെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞില്ല. എന്താ നമ്മളെ കോൺഗ്രസ് ഇപ്പോഴെങ്കിലും കേരളത്തിൽ വരുമെന്ന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത് പല സ്ഥലങ്ങളിലും നിർത്തിയേക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടോ? ഇപ്പം ഇത് ഉറപ്പായിട്ടും ഇത്തവണ സതീശൻ BJPക്ക് ഒരു 10-12 സീറ്റ് ഒപ്പിച്ചു കൊടുക്കുക, അതുപോലെ പിണറായി വിജയനെ തുടർഭരണം ഒരുക്കുക, ഇവന് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുക. ഇവർ രണ്ടും കൂടെ BJPക്ക് എന്ന് കാഴ്ച വായിച്ചുകൊണ്ടൊരു കളിയാണ്. BJP ഇപ്പൊ പിണറായിയുടെ ഒരു കേസും ഇതുവരെ NIA ആരും CBI ഒന്നും അന്വേഷിച്ചിട്ടില്ലല്ലോ. പിണറായിക്ക് ഇപ്പൊ ഭരണം കിട്ടിയില്ലെങ്കിൽ പിണറായി സ്വതന്ത്രമായി വെളിയിൽ പോകും, പൈസ കിട്ടിയും. സതീശൻ ഇപ്പൊ സതീശൻ അവിടെ വരുന്നതാണ് ഇയാൾക്ക് സേഫ്. എങ്ങനാണേലും പ്രതിപക്ഷത്താണേലും അല്ലേലും സതീശൻ പറയേണ്ടത് ഇവരുടെ ആവശ്യമാണ്. കാരണം ആ നടത്തിയ തീപ്പെട്ടിക്കൊള്ളയുടെ എല്ലാം 50% ഇവന് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പിന്നെ കിട്ടാതെ ഇവനായിരുന്നു മറ്റേ ദല്ലാളും എല്ലാ തട്ടിപ്പിന്റെയും 50% ഇവന് കിട്ടിയിട്ടുണ്ട്. അന്നേരം ഈ തട്ടിപ്പുകള് ഒന്നും പുറത്തു വരാതിരിക്കണമെങ്കിൽ ഇവൻ വരണം. രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പ്, അടൂർ പ്രകാശ്, കെ സുധാകരൻ, ഇവരുടെ കെ സുധാകരന്റെ നേതൃത്വത്തിൽ നമുക്ക് ശശി തരൂരിനെ കൂടെ ഉൾക്കൊള്ളിക്കാം. ഞാൻ പറഞ്ഞ ശശി തരൂരിനെ പോലെയൊക്കെയുള്ള നേതാക്കന്മാരെയൊക്കെ ഒതുക്കിയിട്ടാണ് ഈ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ കിടന്ന് ചാടുന്നെന്ന് ഓർത്തോണം. നമ്മളിവിടെ ഒരു ബിടെക് കഴിഞ്ഞൊരു കുട്ടി ടെക്നോപാലൊക്കെ ഇൻഫോയിൽ കയറുന്ന 14,000 രൂപ ശമ്പളത്തിനാണ്. ആ ജോലി അതേ പൈസക്ക് കയറണം. ഇവിടെ ബാംഗ്ലൂരിൽ കയറണം 30,000, ഹൈദരാബാദിൽ കയറണം 35,000, 40,000 രൂപയ്ക്കാണ്. ഇവിടെ യവന്മാർ ഇവരെന്ന് പോലും കാശ് വാങ്ങിയാണ്. ടെക്നോ പാർക്കാരെന്ന് പോലും കാശ് വാങ്ങിച്ചിട്ട് കുറഞ്ഞ പൈസക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ശശി തരൂരിനെ കൊണ്ടുവന്ന് നമുക്ക് വ്യവസായ വ്യാപാരം എന്തെങ്കിലും കൊടുത്ത അയാൾ ഗ്ലോബലായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിന്റെ ഒരു ഗ്ലോബൽ മാനല്ലേ അയാൾ. ഇവർക്ക് പല ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ടെന്ന് പറയുന്നു, വേറെ PR സംവിധാനങ്ങളുണ്ടെന്ന് പറഞ്ഞു, മറ്റേ കനകോലും ഉണ്ടെന്ന് പറഞ്ഞു. ഇത്രയും എല്ലാം ഉണ്ടായിട്ടും ഈ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി നമ്മളൊക്കെ പാരമ്പര്യമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്ത് ഇവിടെ ഓരോരുത്തന്മാരെ DCC മെമ്പറായിട്ട് വിടും. പിന്നെ അവിടെ ചെന്നാൽ ജനത്തിനൊരു അധികാരമില്ല, നമുക്ക് പിന്നെ ഒരു അധികാരമില്ല. പിന്നെ അവന്മാരവിടെ തീരുമാനിക്കുക, അവിടെ പിന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ തീരുമാനിക്കുക, പൈസ വാങ്ങിച്ച് അവർ സുഖിക്കുക. ഈ വരുന്ന ആഴ്ച തൊട്ട് ഈ കേന്ദ്ര കിഴങ്ങുകൾ, ഞാൻ ചോദിച്ച പോലെ കേന്ദ്ര കിഴങ്ങുകൾ വന്നുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഈ പാർട്ടിക്ക് ഉണ്ടാകുമോ? ഒരു പാർട്ടിക്കും ഉണ്ടാവില്ല. എല്ലാം മണ്ണുകളാണ്. ഇപ്പൊ എത്ര കാലം കൊണ്ടാണ് ഈ സഹകരണ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലല്ല, സുധാകരൻ വന്നതിന് ശേഷം തന്നെ തിരിച്ചു പിടിച്ചത്. സഹകരണ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, അതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലല്ല, സുധാകരൻ അവിടെ വന്നതിന് ശേഷം തിരിച്ചു പിടിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായ. ഇവനൊക്കെ വല്ല കഴിവ് കണ്ട അയാൾ അടിയെങ്കിൽ അടി, വെട്ടെങ്കിൽ വെട്ട്, കുത്തെങ്കിൽ കുത്തെന്ന് പറഞ്ഞിറങ്ങണം. അങ്ങനെയുള്ള നേതാക്കളാവണം നമുക്ക്. ജനങ്ങളെ സേവിക്കുന്ന നേതാക്കൾ. യുവന്മാരെ പോലുള്ളവരൊക്കെ ഉണ്ടോ 24 മണിക്കൂർ ശ്വാസവും പൗഡറും അടിച്ച് സിനിമ അഭിനയിക്കാൻ നടക്കണേ? എവനൊക്കെ എത്രയുള്ള സാറേ നിങ്ങൾ ഇതില് രാഹുലിന്റെ ഇമെയിൽ ഒന്ന് അഡ്വർടൈസ് ചെയ്യുക. അല്ല, ഒരു കാര്യമില്ല. എത്ര ഇമെയിലുകളും എത്ര സന്ദേശങ്ങളും വായിച്ചു, എന്തൊക്കെ തരത്തിലുള്ള ഡോക്യുമെന്റുകൾ ഇദ്ദേഹത്തിന് അയച്ചു, ഒരു കാര്യമില്ല. ഇയാൾ ബന്ദിയ, ഇയാൾക്ക് യാതൊരു ഇന്ന് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ യാതൊരു വിലയുമില്ല. ഇത് കുറച്ച് കഴിയുമ്പം ഈ അടുത്ത ഒരു ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് ആ തീവട്ടി അവൻ ഈ പെങ്ങളെ പിടിച്ച് ഇനിയും തലപ്പത്തേക്ക് കൊണ്ടുവരും. അവസാനം പെങ്ങളും സംഘവും കൂടെ ഒരു കുറച്ചു കാലം കൂടെ ഓടിക്കും. ഇങ്ങനെ ഈ രാഹുലിന്റെ കാലം കഴിഞ്ഞ് രാഹുലിന് ഓൾമോസ്റ്റ് അയാൾക്ക് സെൽഫ് കോൺഫിഡൻസ് തന്നെ പോയി. കണ്ടില്ല പുള്ളിയുടെ ബോഡി ലാംഗ്വേജും പുള്ളിയുടെ ബാക്കിയുള്ള എല്ലാ ആറ്റിറ്റ്യൂഡും ശ്രദ്ധിച്ചു. ഹി ലോസ് ദ കോൺഫിഡൻസ്. ഒരു ദേശീയ നേതാവ് ഒരു നാട് നശിച്ച് നമുക്ക് വിദേശത്തൊരു ആധിപത്യം ഇല്ല. വിദേശത്ത് പോയ ഒരു കഴിവുള്ള മനുഷ്യനെ സ്വീകരിക്കാനില്ല. എല്ലാം ഈ മോഡി പോയ എല്ലാവരും കളിയാക്കിയ ഇയാളാണ്. നമ്മൾ കാണണില്ലേ? ഇവർ കൂടെ അയക്കണം. ഇവർ കൂടെ ഇരിക്കപ്പുറത്ത് ഇല്ലാതാണ്. നമ്മളൊക്കെ കോൺഗ്രസ്സുകാരല്ലേ. അവന്മാർക്ക് എന്ത് ഇരിക്കപ്പുറത്ത്? അവന്മാർക്ക് ഇത്ര ഇഷ്യൂസ് വന്നാലും അതാ പറഞ്ഞേ. ഇത് ഇന്ന് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ഒന്നുമില്ല. ഇത് ഒരു ബാംഗ്ലൂർ ബേസ്ഡ്, കർണാടക ബേസ്ഡ് കുറെ കൊള്ളക്കാരന്മാരാണ് ഇന്ന് ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തേക്കുന്നത്. അവര് പറയുന്ന പോലെ അവന്മാർക്ക് അറിയാം ഈ 10 കൊല്ലത്തിന് ശേഷം ഇവിടെ ഭരണം കിട്ടും, അതുകൊണ്ട് ജയിലിൽ പോയാലും കക്കണമെന്നും പറഞ്ഞിട്ടാണ് ഇവന്മാര് പദ്ധതി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാൽ ആരാ? ആൾ ഇന്ത്യ ആയിട്ട് സ്പിരിറ്റ് കള്ളക്കടത്തിയ മാഫിയ തലവനാണ് KC വേണുഗോപാൽ. നമ്മൾ എന്തിനാ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ നടക്കുന്നത്? നമ്മൾ പഞ്ചായത്തിന് പോലും കോൺഗ്രസിനല്ല നമ്മൾ വോട്ട് ചെയ്യില്ല. നമുക്ക് എന്തെത്തിക്കാം? നമുക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല. നമുക്ക് ഈ ഭരണകൂടത്തിനോട് നമുക്ക് ഈ ഇതിനോട് തീരുമാനിക്കാതെ അധികാരം വേണ്ടേ? ഇപ്പൊ പാലക്കാട് കണ്ടോ? പാലക്കാട് ഈ കോമാളിയെ കൊണ്ടവനെ അവിടെ രാഹുലിന്റെ പകരം നിർത്തിയേക്കുക. അവൻ തോറ്റു തുന്നം പാടുമെന്ന് ഈ പൊട്ടന്മാർക്ക് പോലും അറിയില്ല. പിന്നെ ഈ കായും കൂയും പറഞ്ഞ രമേശ് പീരാശാരടി എന്തൊരു ചെയ്യാനാണ് അവിടെ ചെന്നിട്ട്? നമ്മൾ എന്താണ് 4 വാക്ക് സംസാരിക്കാൻ അറിയോ അവന്? അവൻ പറഞ്ഞു മമ്മൂക്കായ എന്നെ അത് കണ്ടപ്പോ പറഞ്ഞു മറ്റേ കായ ഇങ്ങനെ പറഞ്ഞു. ഈ മറ്റേ ഇവന്റെ ഈ കായ മമ്മൂട്ടിയുടെ കായാണോ പാലക്കാട്ടുകാർക്ക് കാണേണ്ടത്?
മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജനത്തിനെ ഭരിക്കാനാണ്, MLA ആക്കാനാണ്, അവനെ ഓഡിയൻസിന് ഇതൊക്കെ പോയി ഇങ്ങനെ കഥാപ്രസംഗമോ ഈ ആദ്യം സാമ്രാട്ടായി ജീവിക്കുക, അതേ പറ്റുമോ, അവനെ അതേ കൊള്ളൂ. എന്ത് ചെയ്യാനാ ഞാൻ എന്റെ പേര് ബേബിക്കുട്ടി എന്ന് പറയും. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ വിളിക്കുന്ന ആയൂര്. ഒറ്റ ദിവസം കൂടെ ഉള്ളു നോമിനേഷൻ കൊടുക്കാനുള്ള ദിവസം. രാഹുൽ മാങ്കൂട്ടത്തിന് എവിടെങ്കിലും ഒന്നീ കേക്കാച്ചന്റെ മണ്ഡലത്തില് അല്ലെങ്കിൽ പിണറായിയുടെ മണ്ഡലത്തിൽ എവിടെങ്കിലും ഒന്ന് നിർത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അത് രാഹുലിന് അതിനുള്ള ധൈര്യമില്ല. രാഹുല് പേടിച്ച് വീട്ടിലിരിക്കുക. കാര്യം ജനങ്ങളുടെ മൊത്തം രാഹുലിന്റെ പുറകെ ഉണ്ട്. ഞാൻ ജനിച്ചപ്പോ മുതൽ, ഞാൻ എന്റെ ഓർമ്മയായ നാളെ മുതൽ ഞങ്ങൾ കേരള കോൺഗ്രസ്സുകാരാ. കേരള കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ എന്റെ പിതാവ് കേരള കോൺഗ്രസിലായിരുന്നു. അങ്ങനെ പഞ്ചായത്ത് മെമ്പറായിട്ടൊക്കെ 10-27 വർഷം ഇരുന്നു. ഇപ്പം കഴിഞ്ഞ ഓണത്തിന്റെ മുമ്പത്തെ ഓണത്തിന് പുള്ളി 100 വയസ്സ് കഴിഞ്ഞപ്പോൾ പുള്ളി മരിച്ചുപോയി. പക്ഷെ എനിക്ക് രാഹുലിനോട് ഭയങ്കര താല്പര്യമാണ്. മറ്റാരോടും ഇല്ലാത്തൊരു താല്പര്യം രാഹുലിനോടുണ്ട്. സാറിനാൽ ആവുന്ന കഴിയുമെങ്കിൽ ഒന്ന് ഞങ്ങൾ അറിയാലോ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ എഫേർട്ട് എടുക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ 221 ദിവസമായി ഞങ്ങൾ ഇതിനുവേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ രാഹുല് വളരെ കുറ്റകരമായ മൗനം പാലിച്ച് ഭയപ്പെട്ട അയാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഇനിയും ഇതുപോലുള്ള കേസുകളിൽ പെട്ടിട്ടുണ്ട്. അയാൾ ഭയക്കുന്നു. അതുകൊണ്ടാണ് ഇയാള് യുവമാർക്ക് വശംവദനായി വീട്ടിൽ പമ്മി ഇരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം അത് അയാൾ മനസ്സിലാക്കുന്നില്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്നേരം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭയക്കുന്നു. ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അയാൾ ഭയന്ന് ഇയാളെ ഭയത്ത് യുവമാര് വീട്ടിലിരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് യുവമാർക്കെതിരെ അയാൾ ശബ്ദിക്കുക പോലും ചെയ്യാത്തത്. അല്ല, എന്ത് വന്നാലും രാഹുലിന്റെ പേരിൽ എന്ത് കുറ്റം ഉണ്ടായാലും ജനങ്ങൾ അതെല്ലാം ക്ഷമിക്കും. അതെ, അങ്ങനെ ആ ഒരു നമ്മൾ ഈ 221 ദിവസമായി നമ്മൾ ആ വിശ്വാസത്തിലും ആ ഒരു രീതിയിലും നമ്മൾ ക്യാമ്പയിൻ ചെയ്തു. ലക്ഷക്കണക്കിന് ജനങ്ങളും കൂടെ നിന്നു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? രാഹുൽ ഇവരെ ഭയപ്പെടുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട, നമ്മൾ അറിഞ്ഞ രാഹുലിനെ സംബന്ധിച്ചോളം രാഹുൽ അത്രയും ഡെയറിംഗ് ആയിട്ട് ഇവന്മാരെ ചലഞ്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവനായിരുന്നു. പക്ഷെ രാഹുൽ എന്തുകൊണ്ട് ഇപ്പോൾ ഭയന്ന് വീട്ടിലൊളിച്ചിരിക്കുകയാണ്? അല്ല, ഈ കേരളത്തിലെ സ്ത്രീജനങ്ങളാണ് കൂടുതലും രാഹുലിനോട് അനുകമ്പ ഉള്ളത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലോ. അയാൾക്കത് ഇറങ്ങാൻ ധൈര്യമില്ലെങ്കിൽ വേറെ സ്ത്രീജനങ്ങളല്ല, പുരുഷജനങ്ങളല്ല ആര് പറഞ്ഞാലും പിന്നെ കാര്യമില്ലല്ലോ. അല്ല, സാറുമായിട്ട് രാഹുൽ നേരിട്ട് സംസാരിച്ചോ? ഇപ്പൊ നമ്മള് അവസാനം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിരുന്നു. വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞത് പുള്ളിക്ക് മത്സരിക്കത്തില്ല, പാർട്ടിക്കെതിരായിട്ടൊന്നും പുള്ളിക്ക് മത്സരിക്കത്തില്ല, പാർട്ടി പറഞ്ഞാലേ മത്സരിക്കത്തുള്ളൂ എന്നൊരു കണ്ടീഷനിലാണ് പുള്ളി. അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുള്ളി ഇവരെ ഭയപ്പെടുന്നു. എന്റെ ദൈവമേ, അയാളെ അതുപോലെ കണിയിൽപ്പെടുത്തി വെച്ചിരിക്കുകയാണ് സതീശൻ. ഞാൻ സത്യത്തിൽ ഇന്നലെയെങ്കിലും കാണുമെന്ന് വിചാരിച്ചു. ഒരു രക്ഷയില്ല. അതുകൊണ്ട് നിവൃത്തിയില്ലാത്ത ഒരു കാര്യം. നാളെ ഒറ്റ ദിവസം കൂടെ ഉള്ളൂ നോമിനേഷൻ കൊടുക്കാനുള്ള. അതുകൊണ്ട് ഞാൻ സാറിന്റെ എല്ലാ ചാനലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, അതിനകത്ത് വാർത്തകൾ കേട്ടോണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഒരു ആഗ്രഹം വിളിച്ചു പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ചോദ്യം ഇന്നത്തെ ഇതായിരുന്നു. അതായത് ഈ സതീശൻ ഈ പാർട്ടിയെ മൊത്തം ഹൈജാക്കി സകലരെയും കെണിയിൽപ്പെടുത്തി വെച്ചേക്കുന്നു. അന്നേരം ഈ കേന്ദ്ര കിഴങ്ങുകൾ ഇങ്ങോട്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? യുവമാർ ആരെങ്കിലും വന്ന് ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് ഒരൊറ്റ വോട്ടെങ്കിലും കൂടുവോ? ഒരു കുഞ്ഞുങ്ങളും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ, കേരളത്തിലുള്ളവരെല്ലാം പ്രബുദ്ധരായ ആൾക്കാരാ. ബാക്കിയുള്ള സംസ്ഥാനം പോലെ അല്ല കേരളം. അതിവിടെ ആരെല്ലാം സാക്ഷാൽ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ പോലും നിൽക്കത്തില്ല. ആ രൂപത്തിലാ നിൽക്കുന്നത്. ഇത് എന്തോ ഒരു കഷ്ടമാണ്. സകല ഈ കേന്ദ്ര നേതൃത്വം എന്നൊക്കെ പറഞ്ഞ സകല വില ഇവന്മാരൊന്നും ചൂക്കിനും ചൂണ്ടാമ്പിനും കൊള്ളാവുന്ന ദേശീയ തലത്തിൽ തന്നെ പ്രസക്തി നഷ്ടപ്പെട്ട യുവമാർക്ക് ഇനിയും എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ട്? ഇവിടെ വന്ന് കേരളത്തിലെ ജനങ്ങൾ ഇവന്മാർക്ക് പുല്ല് വില കൊടുക്കുമോ ഈ ദേശീയ നേതൃത്വം എന്ന് പറഞ്ഞ് വരുന്ന ഈ കിഴങ്ങൾക്ക്? ഈ സതീശനെ തോൽപ്പിക്കാൻ വല്ല മാർഗമുണ്ടോ? അവിടുത്തെ പറവൂരിലെ ജനങ്ങൾ വിചാരിക്കണം. അതാണ് ഏറ്റവും. അല്ല, അവിടെ നല്ലൊരു സ്ഥാനാർത്ഥി ഇല്ലല്ലോ. ഇതിലേക്ക് കഷ്ടം. അവിടെ ഓർക്കുക, അവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെക്കാളും നല്ല സ്ഥാനാർത്ഥിയാണ് CPM ഇട്ടേക്കുന്നത്, അതുപോലെ BJP ഇട്ടതും. പക്ഷെ നേതൃത്വത്തെയും അവിടുത്തെ ലോക്കലിന് ആളുകളെയും ഇവൻ അട്ടിമറിച്ച് കണ്ടോ ഒരു പ്രചരണം, അവരുടെ ഒരു വാർത്ത പോലും മാധ്യമങ്ങളിൽ വരാത്ത വിധം ഇവൻ സ്വാധീനിച്ചു കഴിഞ്ഞു. പിന്നെ അവിടെയുള്ള ലോക്കൽ നേതാക്കന്മാരെ സ്വാധീനിച്ച് ഇവരുടെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നില്ല, റോഡ് ഷോ കാര്യമായിട്ട് നടക്കുന്നില്ല, പ്രൊമോഷൻസ് നടക്കുന്നില്ല. കംപ്ലീറ്റ് ഇവൻ അട്ടിമറിക്കുകയാണ് പണം കൊടുത്ത്. ഇവന്റെ അതാണ് ഞാൻ പറയുന്നത്. ഇതുപോലൊരു ഒരു പിശാച് ഈ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒപ്പം എന്ന് പറയും പട്ടാമ്പി മുരളീധരന്റെ പേര്. എന്താ ഇവര് ഈ മാങ്കൂട്ടത്തിന് പാലക്കാട് നിർത്താൻ വല്ലാത്തൊരു പണിയാണല്ലോ ചെയ്തേ.
നമ്മള് പാലക്കാട് ജില്ലയിൽപ്പെട്ട ആളാണ്, പട്ടാമ്പി താലൂക്കിലെ ആളാണ്. എന്താ ചെയ്യാ, അങ്ങനെ നമുക്ക് ഭയങ്കര ഒരു വിഷമായിട്ടിരിക്കുക സാറേ. ഇപ്പൊ പിഷാരടി എവിടെ ജയിക്കുവോ? എവിടെയെങ്കിലും നിക്കാവോ? ഈ സ്വതന്ത്രനായിട്ട് നിക്കുവോ? നിക്കൂല. നിക്കില്ലല്ലോ. പിഷാരടി ജയിക്കുവോ അവിടെ? ആ, പിഷാരടിയാണ് ഇപ്പൊ അവിടെ കാണുന്നത്. പക്ഷെ പിഷാരടി ഒന്നും അവിടെ ജയിക്കില്ല സാറേ. അവിടെ ജയിക്കല് മറ്റേ ഈ BJP ജയിക്കുള്ളൂ. ഭയങ്കര കഷ്ടായി. അതാ അവിടെ വരുള്ളൂ. പിഷാരടി ഒന്നും അതിന് പറ്റിയ ആളല്ല. സിനിമ കോമഡിയില് പാലക്കാട്ട് കുറിയൊക്കെ തൊട്ട് വന്നിറങ്ങിയിട്ടുണ്ട്. വളിപ്പൊക്കെ അടിച്ച് മമ്മൂട്ടിയെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. വല്ലതും നടക്കുവോ? സംശയമാണ് കാര്യം. അങ്ങനെയാണ് അവിടെ കാണുന്നത്. എങ്ങനെയായാലും വളരെ ഒരു വിഷമായി. നമ്മൾ വോട്ട് തന്നെ ചെയ്യാൻ പോകണില്ല ചേട്ടാ. ഞങ്ങൾക്കൊരു 10-20 വോട്ടുണ്ട് ഇപ്പൊ നമ്മുടെ. പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? ആരും പോണില്ല എന്നാ പറയണേ. വോട്ട് തന്നെ ചെയ്യാൻ പോണില്ല എന്നാ പറയണേ. സതീശനെയും രമേശ് ചെറിയനും ഇവരൊക്കെ ഒന്ന് പുറത്താക്കാൻ എന്താ ചെയ്യാ? അതിനെന്താ പരിഹാരം കാണുന്നത്? അപ്പൊ മറ്റേ ഇവരുടെ കണ്ടില്ലേ, കണ്ണൂര് മറ്റേ അവര് ചവിട്ടി പുറത്താക്കിയ പോലല്ലേ ചെയ്യുന്നത് സുധാരേട്ടനെ. എന്തൊക്കെ കോമാളിത്തരം ഇവര് കാണിക്കുന്നത്. ഈ സതീശനാണ് ഇതിന്റെ മെയിൻ ആള്. കേന്ദ്ര നേതാക്കന്മാര് രാഹുൽ ഗാന്ധി അടക്കം തിങ്കളാഴ്ച തൊട്ട് വരുന്നു. കാര്യമുണ്ടോ അവിടെ? എന്തിനാ അവരിങ്ങോട്ട് വരുന്നത്? എന്താ കാര്യം? ജനങ്ങളൊന്ന് വിചാരിച്ച പോരെ. ഞാൻ പറയുമ്പോ കോൺഗ്രസ് ഇപ്പൊ 10 കൊല്ലം ഇവര് ഭരിച്ചില്ല, ഇവര് തന്നെ ഭരിക്കട്ടെ ഒരു 5 വർഷം കൂടി. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? അവസ്ഥ അങ്ങനെയായി പോയിരുന്നു. ഇത്രയും പ്രശ്നമായിരുന്നു. കേരളം നശിച്ചു. നമ്മളൊക്കെ ഒരു 10-30 കൊല്ലം ഗൾഫ് കടന്ന മനുഷ്യനാ. അപ്പൊ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോ അതും മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എങ്ങനെയായാലും ഇവരെ ഒന്ന് ഒഴിവാക്കണം. ഇവര് നിൽക്കണവർക്കുള്ള കംപ്ലീറ്റ് ആൾക്കാര് ഒന്ന് ഉത്സാഹിച്ചാൽ ഇവരവിടെ തോൽപ്പിക്കണമായിരുന്നു. പറവൂരും അതേപോലെ രമേശ് ചെന്നിത്തല നിൽക്കുന്ന ഭാഗം, ഇവരൊക്കെ നമ്മുടെ തോൽപ്പിക്കുക. ഈ കോൺഗ്രസിലെ മുരളി അവിടെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടോ സാറേ? അവനെ അവിടെ തോൽപ്പിക്കുക. വട്ടിയൂർക്കാവ് അവനെയും അവിടെ തോൽപ്പിക്കുക. കോൺഗ്രസ് ജയിക്കണം നല്ല മനസ്സുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, ഇവരുടെ ഇതിൽ രക്ഷപ്പെടാൻ സംശയം തോന്നുന്നുണ്ട്. ജനങ്ങൾക്ക് അത്രത്തോളം വിദ്വേഷം ഉണ്ടല്ലേ? അതെ തീർച്ചയായിട്ടും. രാഹുല് പാലക്കാട് സ്വന്തമായിട്ട് നിന്ന് മത്സരിക്കില്ല. രാഹുൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. രാഹുലിന് എന്നാ കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുക്കാതിരിക്കുന്ന പരിഗണിക്കാതിരിക്കുന്നത് എന്താ? രാഹുല് സ്വതന്ത്രമായിട്ട് നിന്ന് മത്സരിക്കട്ടെ. അവിടെ പിഷാരടി നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ സ്വതന്ത്രമായിട്ട് നിൽക്കട്ടെ. സ്വതന്ത്രമായിട്ട് നിന്നാൽ രാഹുൽ എന്തായാലും മത്സരിച്ചാൽ ജയിക്കും. ഇതില്ല. അതൊരു കുഴപ്പമില്ല. കോൺഗ്രസ്സുകാർ കയറിയാലേ കേരളം രക്ഷപ്പെടും. കമ്മ്യൂണിസ്റ്റ് കയറിയ കേരളം മുടിയും. അതുപോലെ BJP കയറിയാലും കേരളം മുടിയും. മുടിച്ച് തേച്ച് കഴുകും. ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റിയ ഹിന്ദു രാഷ്ട്രമാകും മോദി കയറിയ. പിണറായി സർക്കാരിനെ ഉള്ളതും കൂടെ കട്ടുപൊലിച്ച് അവൻ്റെ അക്കൗണ്ടിൽ അവൻ്റെ പിള്ളേരുടെ അക്കൗണ്ടിലും കൊണ്ടിടും. പിണറായി പെൻഷനും ഇല്ല, ഒന്നും കിട്ടുകയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് രാഹുൽ തന്നെ ജയിക്കട്ടെ. രാഹുൽ കോൺഗ്രസ് കയറി വന്നാൽ അവൻ 2 കൊല്ലം മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കേണ്ടവനാ രാഹുൽ. അതുകൊണ്ട് രാഹുൽ തന്നെ മത്സരിക്കട്ടെ. രാഹുലിന് മത്സരിക്കാൻ സീറ്റ് കൊടുക്കാൻ വേണ്ടി ഉത്സാഹിക്കുക. ഇല്ല പാലക്കാട് സ്വതന്ത്രമായിട്ട് ഒന്ന് മത്സരിക്കട്ടെ. ആ സമയം അവൻ്റെ സ്വതന്ത്രമായിട്ട് ഒന്ന് മത്സരിക്കണം. ആരും അറിയാതെ കെട്ടൊന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നവളെ അങ്ങനെ ചെയ്തു കൊടുക്കണം. അല്ല ചുമ്മാ ഇങ്ങനെ അഴിഞ്ഞ് പോയിട്ട് കാര്യമില്ല. പാർട്ടി പറയാതെ മത്സരിക്കത്തില്ലാഞ്ഞിട്ടാണോ ഇനി രാഹുൽ ഇതിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്നത്? കേക്കൊച്ചിനെ എടുത്ത് പുറത്തുകളാ. VD സതീശനെ എടുത്ത്. അവനാണ് ഇതിൻ്റെ അകത്തെ ധൂമകേതു. അവനൊരു കൊടും വിഷമാ. ഞങ്ങളുടെ എല്ലാം പിന്തുണയുണ്ടായിരിക്കും രാഹുലിന്. അമ്പലപ്പുഴന്നാണ് അസ്ലം എന്ന മുഹമ്മദ് അസ്ലം. ഇപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവരൊക്കെ ഈ VD സതീശനോ മറ്റുള്ളവരൊക്കെ ഇന്ന് ജന്മം തന്ന തൊട്ട് അന്ന് തൊട്ട് ഈ വലിയ നേതാക്കന്മാരായിരുന്നോ അതോ ജനങ്ങൾ കൊടുത്ത അംഗീകാരമാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അത് ചോദിക്കാനായിരുന്നു. ഇന്ന് VD സതീശന്റെ ഭാവം കണ്ടാൽ അവന്റെ മറ്റേ തറവാട്ട സ്വത്താണ് ഈ കോൺഗ്രസ് എന്ന ഭാവത്തിലല്ലേ അവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്? അല്ല അത് തന്നെ അപ്പൊ അത് തന്നെ എന്റെ സംശയം. കാരണം ജനിച്ചപ്പോ കിട്ടിയ ഒരു അംഗീകാരമാണോ അതേ ജനങ്ങളിൽ നിന്ന് കിട്ടിയ അംഗീകാരമാണോ? ഇത് എന്താണെന്നൊരു സംഭവം ഉണ്ടല്ലോ. കാരണം ഇവൻ ജനിക്കുന്ന മുമ്പ് ജനിച്ച ഞങ്ങളൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടിയൊക്കെ രാഹുലില്ല അന്ന് ഈ ഇതുപോലുള്ള സംവിധാനമൊന്നുമില്ല. പെട്രോൾ ആവശ്യവും ഇതൊക്കെ തലയിൽ വെച്ച് അന്ന് സ്ക്വാഡ് വർക്ക് നടത്തി ഈ പാർട്ടിക്ക് വേണ്ടി നിലകുത്തി നടന്നവരാ നമ്മള്. ആ സംവിധാനങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പം ഇന്നിവര് കാണിക്കുക കോപ്രാന്തി എന്തുവാണെന്ന് മനസ്സിലാകുന്നില്ല. ഇന്നിവൻ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് ഇരുന്നിട്ട് തട്ടിപ്പിന്റെ പകുതി മേടിക്കുക, മിണ്ടാതിരുന്ന് കൊടുക്കുക എന്നുള്ള പണി, ഡീലുകളുടെ ഏജന്റായിട്ട് നിൽക്കുക എന്നുള്ള പണിയല്ലാതെ ഇവൻ ആ കതറുടയുകയോ വേർക്കുകയോ ഒരു സമരത്തിനിറങ്ങുകയോ ചെയ്തിട്ടുണ്ടോ? അതുപോലെ ഇത്തവണ അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്
പിണറായിക്ക് തുടർഭരണം ഉണ്ടാക്കിയിട്ട് ഇവന് പ്രതിപക്ഷ നേതാവായിട്ട് തന്നെ വീണ്ടും ആ കൊള്ളമുതൽ പങ്കുപറ്റിയിരിക്കുക, BJPക്ക് കുറഞ്ഞൊരു 10 സീറ്റെങ്കിലും ഒപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കൊട്ടേഷനാണ് ഇവൻ ഏറ്റെടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി ഇപ്പം പിണറായി ആണെങ്കിൽ പിന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രി അതേ പദവിയിലാണല്ലോ ഉണ്ടല്ലോ. മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന പേര് മാത്രമല്ലോ ഇല്ലാതെ വരുന്നത്. ബാക്കി എല്ലാവിധ ഇതും കിട്ടുന്നത് പ്രതിപക്ഷ എല്ലാവിധ ഇതും കിട്ടുമല്ലോ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഷാഡോ ചീഫ് മിനിസ്റ്റർ എന്നാണ് പറയുന്നത്. അതെ 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 അതെ. അന്നേരം അതുപോലെ തന്നെയുള്ള വസതിയും എല്ലാം ഉണ്ടായി. ഇവൻ ഈ കൊടുത്ത പദവിയിലിരുന്ന് ഈ സംസ്ഥാനത്തെ വഞ്ചിക്കുന്നു, ജനങ്ങളെ വഞ്ചിക്കുന്നു, പാർട്ടിയെ വഞ്ചിക്കുന്നു. അതെ അതെ അതെ. ഇവൻ കച്ചവടം നടത്തുന്നു, സെറ്റിൽമെന്റുകൾ നടത്തുന്നു, തട്ടിപ്പുകളുടെ പങ്കുപറ്റുന്നു. അതെ. ഈ 25 കൊല്ലം ഇവരുടെ ജനസേവനം ഉണ്ടായിരുന്നു. ഇതുവരെ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഇവനാണ് ഇനി കേരളത്തിൽ ഇവൻ പുതിയ വിഷം കൊണ്ടുവരുമെന്ന് പറയുന്നത്. അതെ അതെ. കാരണം ഞാൻ ചോദിച്ചത് ഈ സതീശൻ എന്ന് പറയുന്നത് ഈ ഒരു 5 തെരഞ്ഞെടുപ്പ് അല്ലെ, കൂടി വന്ന 5 തെരഞ്ഞെടുപ്പ് അതല്ലേ ഉള്ളൂ, അതിനപ്പുറമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിന് മുമ്പുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടമാണ് ആ സംഭവം. VD സതീശന്റെ പേരെന്ന് പറഞ്ഞാൽ ഈ അടുത്ത ഈ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷമാണ് VD സതീശന്റെ പേര് ജനങ്ങൾ അറിയാൻ തുടങ്ങിയത്. അതുകൊണ്ട് ജനങ്ങളൊന്നും അറിയാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. VD സതീശൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ VD സതീശൻ വിചാരിക്കുന്നതാണോ ഈ കേരളത്തിൽ നടക്കുന്നത് എന്ന് സമൂഹങ്ങൾ, അതായത് ഇപ്പൊ ഈ രാജ്യത്ത് ജനാധിപത്യ വിശ്വാസികൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇന്നിപ്പോ നടക്കുന്ന ഈ സമ്പ്രദായം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്തോ ഇതൊക്കെ കാണിക്കുന്നോ ഓമാളി കാണിക്കുന്നോ ഒരു വളരെ ഇത് കാണിക്കുന്നു, ഞാൻ എന്താ കടല് മൊത്തം ഇളകി വന്നാലും ഞാൻ അങ്ങോട്ട് ഇതൊക്കെ പറയുന്നുണ്ട്. ഇയാൾക്കാരാ ഈ അധികാരം കൊടുക്കും? ഇയാൾക്കാരാ ഈ അത് ഞാൻ പറഞ്ഞു, അതാണ് കോൺഗ്രസിന്റെ ഗതികേടെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ആ ചോദ്യം ചോദിച്ചത്. ഈ ദേശീയ കിഴങ്ങുകൾ ഇവിടെ വന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടോ നമ്മൾ അതാ ചോദിച്ചത്. ഇവന്മാര് ഈ കിഴങ്ങുകൾ ഇവിടെ വന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? ഇതുപോലെ ഈ തേങ്ങണിക്കാരൻ ഇന്ന് ഈ പാർട്ടിയെ മൊത്തം ഹൈജാക്ക് ചെയ്ത് ദേശീയ നേതാക്കളെ വരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടേക്കുന്ന ഇവൻ തന്നെ ആളുകളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേശീയ കിഴങ്ങുകൾ വന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് യുവമാരെ കണ്ടുകൊണ്ടോ യുവമാരുടെ എന്തെങ്കിലും ഒരു വോട്ട് കൂടുതൽ കിട്ടുമോ? കാരണം ഇപ്പൊ ഈ ഒരു ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ ഇപ്പൊ 2026 നടക്കുന്നുള്ളൂ. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു പക്ഷേ നേരിയ ഭൂരിപക്ഷത്തില് അധികാരത്തിൽ വരാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മുടെ ഒരു വിശ്വാസം, പാർട്ടിയുള്ള ഒരു വിശ്വാസം നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ വന്നാൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരു കാരണവശാലും VD സതീശൻ മുഖ്യമന്ത്രിയാവുമെന്ന് സ്വപ്നത്തിൽ പോലും ഒരാളും കരുതണ്ട. സ്വപ്നത്തിൽ പോലും ഒരാൾ കരുതണ്ട. കാരണം വെച്ചാൽ ഇതിനേക്കാൾ വലിയ വില്ലന്മാര് വേറെ ഉണ്ടെന്ന്. അവര് വേറെ കളി കളിക്കുന്നത് ഇവനെ നിർത്തി ഇവനെ ഇല്ലാതാക്കാൻ. ഇവനെ ബുദ്ധിയില്ല. സത്യം പറഞ്ഞ ബുദ്ധിയില്ല. VD സതീശൻ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കളിയാണ് ഇപ്പൊ ഇവനിക്ക് ഈ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രചോദനവും. ഇവർ ഇതിൽ നിന്നല്ല ഇതിനെ വലിയ ഇതായിട്ട് ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇവൻ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ടാണ്, ഇവൻ അത് അറിയാവുന്നത് കൊണ്ടാണ് ഇവൻ കഴിഞ്ഞ 2016-ലും 2021-ലും ഈ പാർട്ടി തോക്കാൻ പറ്റുന്ന സകല പണികളും ചെയ്തു. ഇത്തവണയും ഇവനറിയാം ഇവനെ അവസാനം ഇവന്മാരെല്ലാം കൂടെ പറ്റിക്കുമെന്നറിയാം. അതുകൊണ്ട് ഇവന് സേഫ് പ്രതിപക്ഷ നേതാവായിട്ട് കമ്മീഷൻ മേടിച്ചിരിക്കലാണ്. അതുപോലെ BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സംവിധാനം ഒരുക്കുന്നത് ഒരു 10,000 കോടി രൂപ മേടിച്ചിട്ട് അതിനുള്ള സംവിധാനം ഒരുക്കുകയാണ്. അതുപോലെ എല്ലാ നേതാക്കന്മാരെയും നോക്കി, എല്ലാ നല്ല നേതാക്കന്മാരെയും ഇപ്പൊ, അതായത് മുൻ 5 KPCC പ്രസിഡന്റുമാരെ എല്ലാവരെയും ഷെഡിൽ കയറ്റി. എന്നിട്ട് ഈ സത്തെടുത്ത കൊത്ത് ഇത്രയും കാലം ഇടതുപക്ഷത്തിന്റെ കൂടെ നടന്ന ഈ G സുധാകരനെ പിടിച്ച്, അതുപോലെ തേൻകണി നമ്മുടെ ഇവൻ PK ശശി, ആവാസൻ ശശി അടക്കമുള്ള PK ശശിയെ കൊണ്ടുവരുന്നതിനെക്കാട്ടി എത്രയോ ആയിരക്കണക്കിന് പ്രയോജനം ചെയ്യുന്ന ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടം. PK ശശി ആര്? ഇവരിപ്പം ഈ സ്വതന്ത്രനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് ഈ ഇടതുപക്ഷത്തിൽ നിന്ന് ഇപ്പൊ എടുത്ത യുവമാര് കോൺഗ്രസിന്റെ വോട്ട് മേടിച്ച് സ്വതന്ത്രനായിട്ട് സപ്പോർട്ട് ചെയ്ത് ജയിച്ച് ഈ 4-5 എണ്ണം ജയിച്ചു എന്ന് വെക്കുക. ചിലപ്പോൾ ഒരു 1-2 വോട്ടിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ വ്യത്യാസത്തിലാണ് ഭരണം നിശ്ചയിക്കുന്നതെങ്കിൽ ഉറപ്പാണ് ഇവന്മാർ അങ്ങോട്ട് കാലു മാറും. ഇവരപ്പുറത്ത് കൊണ്ടുപോകും. അത് 100% ശരിയാ, 100% അപ്പുറത്തോട്ട്. പക്ഷെ മനസ്സിലായ
ഇവിടെ അമ്പലപ്പുഴ സത്യം പറഞ്ഞാൽ ഇവിടെ അമ്പലപ്പുഴയില് ഒരു കാരണവശാലും ഈ സുധാറിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു സീറ്റ് ഇല്ലാതാക്കേണ്ട കാര്യം UDF-നില്ല. കാരണം എന്താ അറിയോ? ഇവര് ഈ സതീശന്റെ സീറ്റ് ഇവൻ കൊടുക്കുവോ? ഈ പാവപ്പെട്ട ഈ പ്രവർത്തകര് ഇത്രയും വർഷം ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അവസാനം ഇതുപോലുള്ള ഏമ്പോക്കികളെ, സ്വന്തം പാർട്ടിയുടെ കുലംകുത്തികളെ പിടിച്ച് സീറ്റ് കൊടുത്തിട്ട് ഈ പാർട്ടിയിലെ ആളുകൾക്ക് അവസരമില്ലാതാക്കിയിട്ട് ഒന്നോർക്കുക, ഈ ശക്തനൊക്കെ എത്ര കാലമായി കടന്നു മത്സരിക്കുന്നു. അതുപോലെ ശരത്ചന്ദ്ര പ്രസാദിനെ കഴക്കൂട്ടത്തിട്ട് 3-ാം സ്ഥാനം ഉറപ്പായില്ലേ? അന്നേരം എങ്ങനെയെങ്കിലും BJP-ക്ക് അവസരം ഒരുക്കുക. ഇപ്പൊ സത്യം പറഞ്ഞാൽ വരാൻ പോകുന്നത് എന്തോന്ന് ഞാൻ പറഞ്ഞുതരാം. വരാൻ പറഞ്ഞത് എന്തോന്നറിയാം? VD സതീശൻ തോക്കും. VD സതീശൻ തോക്കും, 100% തോക്കും. പറവൂര് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പറവൂർ ഇവൻ കഴിക്കുന്ന ആ 25 കൊല്ലം ഇവൻ ജയിച്ചു വന്ന ആ നാറികളെ ഇത്തവണയും ഇവൻ BJP-യെ സ്വാധീനിച്ചു, അവിടുത്തെ പ്രവർത്തകരെ സ്വാധീനിച്ചു. അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ വത്സല പ്രസന്നകുമാർ, ആ പ്രഗത്ഭയായ സ്ഥാനാർത്ഥിയുടെ ഒരു വർക്കും ചെയ്യുന്നില്ല. അവരെ കുറിച്ച് ഒരു വിവരം പോലും വരാതെ, അവരുടെ പോസ്റ്റർ പോലും പ്രോപ്പറായിട്ട് ഒട്ടിക്കാതിരിക്കാൻ ഇവൻ പ്രവർത്തനം ചെയ്യുന്നു. അതുപോലെ ടൈസൺ മാസ്റ്റർ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളെ സ്വാധീനിച്ച് അയാളുടെ പ്രവർത്തനം മന്ദീഭവിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ വോട്ട് മറിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇവനെ പോലൊരു മാനിപ്പുലേറ്റർ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവത്തില്ല. കാരണം ഇത്തവണയും അതിനുള്ള കാരണം പിണറായിയുടെ ആവശ്യമാണ് ഇവനവിടെ ജയിച്ചു കയറുക എന്നുള്ളത്. ഇവൻ അവിടെ ജയിക്കത്തില്ല, 100%. അതിനുള്ള തിരിച്ചുള്ള പ്രത്യുപകാരം കണ്ടോ? ധർമ്മടത്ത് കണ്ടോ? ഏതോ ഒരു കിണയെ ഇട്ട് കൊടുത്തേക്കുന്നു. ധർമ്മടത്ത് പിണറായിക്ക് ഈസി പോക്കവറിനുള്ള പറ്റാവുന്ന രീതിയിലുള്ള, നമുക്ക് പോലും അവന്റെ പേര് പറയാൻ പറ്റുന്നില്ല ആരാന്ന്. അതുപോലെ ഒരു തന്നെയാണ് ധർമ്മടത്ത് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ പക്ഷെ ആരെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, ആരെ ഇട്ട് കൊടുത്താലും മറ്റേ ഒരു കുഴപ്പമില്ല. പക്ഷേ വളരെ വ്യക്തമായിട്ട് അറിയാം, VD സതീശൻ ഇന്ന് വെള്ളം കുടിച്ച്, അഥവാ ജയിച്ചാലും വെള്ളം കുടിച്ച് ജയിക്കുന്നു. വെള്ളം കുടിച്ച് ഈസിയായിട്ട് ജയിക്കത്തില്ല. വളരെ ഇതായിട്ട് ഞാൻ പറയുക, വെള്ളം കുടിച്ച് ജയിക്കത്തുള്ളൂ, ഒരു കാരണവശാലും ജയിക്കത്തില്ല. കാരണം ഇവനെ അംഗീകരിക്കാൻ ആർക്കും തയ്യാറല്ല, അതായത് സാധാരണ വോട്ടർമാർക്ക്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.